സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വേനലവധിക്ക് ശേഷം സൗദി അറേബ്യയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞായറാഴ്ച തുറന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സുപ്രധാനമായി 4 നിർദ്ദേശങ്ങളാണ് സ്കൂൾ അധികൃതർക്ക് നൽകിയത്. സ്കൂൾ ബസ്സുകൾക്കായി കാത്തുനിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് നിർബന്ധമായും പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. റോഡ് മുറിച്ചു കടക്കുന്നതിന് മുമ്പ് വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പാക്കണം. റോഡിൽ നിന്നും സുരക്ഷിതമായ അകലത്തിലാണ് ബസ് കാത്തിരിക്കേണ്ടത്. ബസ് പൂർണ്ണമായും നിർത്തിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം കയറണം. ശാന്തമായും ക്ഷമയോടെയും അച്ചടക്കത്തോടെയും ബസ്സിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യണം. വാഹനം നിർത്തി റോഡ് മുറിച്ചു കടക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ട്രാഫിക് വകുപ്പിന് പുറമെ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പും മറ്റ് വകുപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവധി കഴിഞ്ഞ് സ്കൂളുകളിൽ തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് എളുപ്പമായ പഠനാന്തരീക്ഷം ഉണ്ടാക്കാൻ സർക്കാർ എല്ലാവിധ ഒരുക്കവും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. UAE-യിൽ തോന്നിയ പോലെ തൊഴിലാളിയെ പിരിച്ചുവിടാൻ UAE തൊഴിൽ നിയമം അനുവദിക്കില്ലെന്ന് അധികൃതർ. പകരം വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു കൂട്ടം സാഹചര്യങ്ങളിൽ മാത്രമേ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ്റെ തൊഴിൽ കരാർ അവസാനിപ്പിക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുള്ളൂ എന്ന് UAE സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിൽ വ്യക്തമാക്കി. ജീവനക്കാരനെ പിരിച്ചുവിടാൻ തൊഴിലുടമയ്ക്ക് അനുവാദമുള്ള സാഹചര്യങ്ങൾ ഇനി പറയുന്നു. ഒരു ജീവനക്കാരൻ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി നിയമവിരുദ്ധമായ രീതിയിൽ തൻ്റെ ജോലിസ്ഥാനം ചൂഷണം ചെയ്താൽ, നിയമപരമായ നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെ തൊഴിലാളി മറ്റൊരു സ്ഥാപനത്തിൽ ചേരുകയാണെങ്കിൽ തുടങ്ങിയവയാണ് അത്തരം സാഹചര്യങ്ങൾ. വിസിറ്റ് വിസയിൽ എത്തിയവരെ ജോലിക്കെടുക്കുന്ന കാര്യത്തിൽ പുതിയ നിയമ ഭേദഗതിയുമായി UAE. വിസിറ്റ് വിസ ഉടമകളെ ജോലിക്ക് നിയമിക്കുന്നതിൽ നിന്നും കമ്പനികളെ നിയമപ്രകാരം UAE തടയുന്നുണ്ടെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നിലവിൽ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ ഇത്തരം കമ്പനികൾക്ക് ലഭിക്കാവുന്ന പിഴയിൽ വൻ വർധനവാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിയായ പെർമിറ്റ് ഇല്ലാതെ ജോലിക്കെടുത്താൽ കമ്പനികൾ 1 ലക്ഷം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴ നൽകേണ്ടി വരും. മുമ്പ് വർക്ക് പെർമിറ്റില്ലാതെ ജോലിക്കാളെ നിയമിച്ചാൽ കമ്പനികൾക്ക് 50,000 ദിർഹം മുതൽ 2 ലക്ഷം ദിർഹം വരെയായിരുന്നു പിഴ ചുമത്തുന്നത്. എന്നാൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് നിയമം കർശനമാക്കിയിരിക്കുന്നതെന്ന് ECH ഡിജിറ്റൽ ഡയറക്ടറായ സെയ്ദ് അലി സൗദ് അൽ ഖാബി വ്യക്തമാക്കി. ചില കമ്പനികൾ വിസിറ്റ് വിസ ഉടമകളെ റെസിഡൻസിയും വർക്ക് പെർമിറ്റും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ജോലി ചെയ്യിപ്പിക്കാറുണ്ട്. ഇതിൽ അധിക പേർക്കും കമ്പനികൾ വേതനം നൽകാറില്ല. ജോലി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് ദുരുപയോഗം ചെയ്യുകയും പിന്നീട് വിസിറ്റ് വിസ കാലാവധി തീരുമ്പോൾ കൈയൊഴിയുകയും ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളെ തുടച്ചു നീക്കുന്നതിനുള്ള തൊഴിൽ നിയമങ്ങളാണ് UAE-യിൽ നിലനിൽക്കുന്നത്. പിഴയിലുണ്ടായ വർധനവ് ഇത്തരം കാര്യങ്ങളെ UAE ഗൗരവമായി കാണുന്നുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദുബൈയിൽ കടലിൽ കുളിക്കാൻ ഇറങ്ങിയ കൂട്ടുകാരെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ മലയാളി യുവാവ് മരണപ്പെട്ടു. ഇടുക്കി സ്വദേശി അനിൽ ദേശായിയാണ് മരിച്ചത്. ദുബൈ മംസാർ ബീച്ചിലാണ് സംഭവം. ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. അൽഖൂസിലെ സ്റ്റീൽ വർക്ക്ഷോപ്പിൽ മെഷീൻ ടൂൾ ഓപ്പറേറ്ററായ അനിലും 3 കൂട്ടുകാരുമാണ് ഇന്നലെ പുലർച്ചെ ബീച്ചിലെത്തിയത്. പുലർച്ചെയാണ് ഇവർ ബീച്ചിൽ കുളിക്കാൻ പോയത്. ഇതിനിടെ കൂട്ടുകാരിൽ ഒരാൾ തിരയിൽപ്പെട്ടപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അനിൽ ചാടിയത്. എന്നാൽ തിരയിൽപ്പെട്ട് അനിലിനെ കാണാതാവുകയായിരുന്നു. ദുബൈ പോലീസ് മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് സാമൂഹിക പ്രവർത്തകർ നേതൃത്വം നൽകുന്നുണ്ട്. അതേസമയം മംസാർ ബീച്ചിൽ നിരവധി പേർ ഇതുപോലെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. മലയാളികളടക്കം നിരവധി പേർ ഇവിടെ കടലിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നീന്തലിന് അനുവാദമില്ലാത്ത സ്ഥലമാണ്. എന്നാൽ നിരവധി പേർ ഇവിടെ നീന്തലിനെത്തും. ബീച്ചിൽ കുളിക്കാനിറങ്ങുന്നവർ വളരെ ജാഗ്രത പാലിക്കണമെന്നും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പും നൽകാറുണ്ട്. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയ പവർ കട്ടിനെ തുടർന്ന് കൊടും ചൂടിൽ ജനങ്ങൾ വെന്തുരുകുന്നു. വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ഞായറാഴ്ചയാണ് രാജ്യത്ത് പവർ കട്ട് പ്രഖ്യാപിച്ചത്. വൈദ്യുത നിലയങ്ങളിലേക്കുള്ള പ്രകൃതിവാതക വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത്. രാജ്യത്തെ 60ഓളം പാർപ്പിട വ്യവസായിക മേഖലകളെ പവർ കട്ട് സാരമായി ബാധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
ഗ്യാസ് വിതരണത്തിലെ പ്രശ്നങ്ങൾ കാരണം സുബിയ, വെസ്റ്റ് ദോഹ പവർ പ്ലാന്റുകളിലെ നിരവധി ജനറേഷൻ യൂണിറ്റുകൾ ഉൽപ്പാദനം നിർത്തിയതിനെ തുടർന്ന് 9 വ്യാവസായിക കാർഷിക മേഖലകൾക്ക് പുറമെ 6 ഗവർണറേറ്റുകളിലും ഉൾപ്പെടുന്ന 50-ലധികം റെസിഡൻഷ്യൽ ഏരിയകളിലും വൈദ്യുതി വിച്ഛേദിച്ചതായി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചതായി മന്ത്രാലയം പിന്നീട് എക്സ് പ്ലാറ്റ്ഫോമിലെ അക്കൗണ്ടിൽ അറിയിച്ചു. അതേസമയം കുവൈറ്റിൽ ഏതാനും ആഴ്ചകളായി തുടരുന്ന ശക്തമായ ചൂടിൽ രാജ്യത്തെ വൈദ്യുതി ഉപഭോഗം വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. നിലവിൽ രാജ്യത്തെ വൈദ്യുതി ഉപഭോഗം 17,000 മെഗാവാട്ടിനടുത്തെത്തിയതായും അധികൃതർ അറിയിച്ചു. കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ ഗ്യാസ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ പൂർണ്ണമായി നിലച്ചതായി മന്ത്രാലയം ശനിയാഴ്ച അറിയിച്ചു. ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് ഈ മാസം 23 വെള്ളിയാഴ്ച നടക്കും. എംബസി ഹാളിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് വൈകുന്നേരം 4 മണി വരെ തുടരും. അംബാസിഡർ അമിത് നാരംഗും മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് എംബസി അധികൃതരെ അറിയിക്കാം. മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് 98282270 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവരെ ഓപ്പൺ ഹൗസ് സമയത്ത് എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ മഴ ലഭിച്ചു. ഇബ്രി, ബഹ്ല, സമായിൽ വിലായത്തുകളിലാണ് കൂടുതൽ മഴ പെയ്തത്. ഇന്നലെ മുതൽ രാജ്യത്ത് പരക്കെ മഴ ലഭിക്കുമെന്നും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബുധനാഴ്ച വരെ ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടായേക്കാം. മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. മസ്കറ്റ്, തെക്കൻ ഷെർക്കിയ, അൽവുസ്ത, ദോഫർ ഗവർണറേറ്റിൽ മഴ ലഭിക്കും. ശക്തമായ കാറ്റും വീശും. തീരദേശങ്ങളിൽ തിരമാല ഉയർന്നേക്കാം. മഴ ശക്തമായാൽ വാദികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്യും. കടലും പ്രക്ഷുബ്ധമായേക്കാം. ഒമാൻ കടലിൻ്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയരും. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു. ഖരീഫ് കാല വിശേഷങ്ങളും ഒമാന്റെ വിനോദസഞ്ചാര പ്രത്യേകതകളും ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച് വിവിധ രാജ്യാന്തര മാധ്യമപ്രവർത്തകർ. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ദൃശ്യ, അച്ചടി, ഡിജിറ്റൽ മാധ്യമങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സലാലയിൽ എത്തിയിട്ടുള്ളത്. ദോഫറിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇവർ സന്ദർശനം നടത്തി. ഒമാൻ ടൂറിസത്തെ പരിചയപ്പെടുത്തുന്നതിന് ഒമാനി സംഘവും ഇവരെ അനുഗമിച്ചു. രാജ്യത്ത് ഈ വർഷം ജൂലൈയിൽ 1.5% വിലക്കയറ്റം രേഖപ്പെടുത്തി. ശീതളപാനീയങ്ങൾക്കാണ് ഉയർന്ന വിലക്കയറ്റം രേഖപ്പെടുത്തിയത്, 4.5%. ആരോഗ്യം, ഗാർഹികം, ജലം, വൈദ്യുതി, പാചകവാതകം, വസ്ത്രം, ഹോട്ടൽ തുടങ്ങിയവയ്ക്കും നേരിയ വിലവർധനവുണ്ടായി.